ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ KDC വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഡ്രാമയുടെ പേരാണ് ബിസിനസ് പ്രപ്പോസൽ. വീഡിയോയ്ക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തോളണേ. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ ഹീറോയുടെ എൻട്രിയാണ് കാട്ടുന്നത്. ഹീറോയുടെ പേരാണ് കാങ് തൈമു. നമുക്ക് തൈമു എന്ന് വിളിക്കാം. തൈമു നടന്നു വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ലേഡീസ് എല്ലാവരും തൈമുൻ്റെ ലുക്ക് കണ്ട് ഷോക്കായി നിൽക്കുകയാണ്. അതേസമയം ഒരു ലേഡി ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ ഫോൺ വിളിച്ച് വരായിരുന്നു. ആ ലേഡി നേരെ ചെന്ന് തൈമുവിനെ ഇടിച്ച് ലേഡിയുടെ കയ്യിലുണ്ടായ കോഫി താഴെ വീഴുമ്പോഴാണ് ഇതാരടവൻ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ തൈമുൻ്റെ ലുക്ക് കണ്ട് ഷോക്കായി ഈ ലേഡി പറയാ ഇതെൻ്റെ കയ്യിൽ നിന്ന് വന്ന മിസ്റ്റേക്കാന്ന് പറയുമ്പോഴേക്കും ആ തൈമു എന്തോ പറഞ്ഞ് പോകാണ്. അപ്പോഴേക്കും ഈ ലേഡി ആകെ ഷോക്കായി ഇവനിപ്പോൾ എന്താ പറഞ്ഞതെന്നും മട്ടി നിൽക്കുമ്പോൾ തൊട്ടടുത്ത് നിന്ന് വേറൊരു സൗണ്ട് കേൾക്കുന്നു. ഇത് നിങ്ങളെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്ന് പറഞ്ഞ് അയാളും പോകാണ്. ഇയാളാണ് പ്രസിഡൻ്റായ തൈമുൻ്റെ സെക്രട്ടറി സൺഹൂൺ. തൈമുൻ്റെ കമ്പനിയിൽ ആഡ് അവിടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് സെക്രട്ടറിയോട് തൈമു പറയുന്നത്, ഇതാരെ ഈ ഫേമസ് അല്ലാത്ത സെലിബ്രിറ്റീനെ പിടിച്ച് ആഡ് എടുത്തത്, ആരതിൻ്റെ പിന്നിലെന്ന് വെച്ചാൽ എനിക്കത് അറിയണമെന്ന് പറയാണ്. അവിടുന്ന് കട്ടായി നേരെ കാട്ടുന്നത് ഹീറോയിനെയാണ്. ഹീറോയുടെ ഗോഫുഡ് എന്ന കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഹാരി അവിടെ ഫിഷിൻ്റെ എന്തോ റിസർച്ചൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവളുടെ കൊളീഗ്സ് വിളിച്ചിട്ട്, ഹാരി നീ എവിടെയാ, ഇനോഗ്രേഷൻ തുടങ്ങാറായി, പെട്ടെന്ന് വാ. അവൾ പോണ വഴിയിലെല്ലാം ആളുകൾ ഫിഷിൻ്റെ സ്മെല്ലടിച്ചിട്ട് മൂക്ക് പൊത്തിപ്പിടിക്കുകയാണ്. പോരാത്തിന് ഇവളുടെ കൊളീഗ്സ് ഇവളോട് ചോദിക്കുകയാണ്, നിന്നെന്താ ഫിഷിൻ്റെ സ്മെല്ലടിക്കുന്നത്, ഇങ്ങോട്ട് വാ ഞാൻ നിനക്ക് സ്പ്രേ അടിച്ച് തരാമെന്ന് പറഞ്ഞ് കൊളീഗ് സ്പ്രേ അടിച്ചു കൊടുക്കുകയാണ്. ഇവളുടെ കൊളീഗ്സ് ഇവളെ കുറച്ച് അകത്തി നിർത്തിയിട്ട് പറയുകയാണ്, ഇനോഗ്രേഷൻ സമയമായി വാ നമുക്ക് അകത്ത് കയറാമെന്ന് പറഞ്ഞിട്ട് പോകാണ്. അവിടെ സീറ്റിലും അതേപോലെ തന്നെ ഒരു സീറ്റ് അപ്പുറത്തേക്ക് മാറിയിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് കൊളീഗ്സ് പറയുന്നത്. ഹാരിയുടെ കൂടെയുള്ള കൊളീഗ് പറയാണ്, പ്രസിഡന്റ് ഹാൻഡ്സമും സ്ട്രിക്റ്റുമാണെന്നാണ് കേട്ടിരിക്കുന്നത്. അപ്പോൾ ഹാരി നിങ്ങൾ ആ പ്രസിഡന്റിനെ നോക്കിയേ, ആളെ കണ്ടിട്ട് കൊച്ചുമോന് ലുക്കൊന്നും ഉണ്ടാവില്ല. ഇവരുടെ കൂടെയുള്ള മെയിൻ കോവർക്കർ പറയാണ്, അങ്ങനെയല്ല പ്രസിഡന്റ് ഹാൻസം ആണെന്നാണ് കേട്ടിരിക്കുന്നത്. എല്ലാവരും പ്രസിഡന്റ് ഹാൻസം തന്നെയാണെന്നാണ് പറഞ്ഞ് കേട്ടിരിക്കുന്നത്. അപ്പോഴേക്കും അവിടെ ആരോ നടന്നു വരായിരുന്നു. ഇത് കണ്ട ചെയർമാൻ്റെ ഫേസ് എന്തോ പോലെയാണ്. ഞാൻ നിങ്ങളുടെ പ്രസിഡൻ്റ് അല്ല, പ്രസിഡന്റ് ബിസിയാണ്, അതുകൊണ്ടാണ് സെക്രട്ടറിയായ ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ ഹാരി, പ്രസിഡന്റ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണെന്ന് തോന്നുന്നു. അടുത്ത സീനിൽ ഗോൾഫ് കളിക്കുന്നതാണ് കാണിക്കുന്നത്. ആർക്കും ബോൾ കറക്റ്റായിട്ട് പോയിന്റിലൊന്നും കൊള്ളുന്നില്ല. അപ്പോൾ തന്നെ തൈമുൻ്റെ മാസ് എൻട്രി കാണിച്ചിട്ട് ബോൾ കറക്റ്റ് പോയിന്റിൽ തന്നെ വീഴ്ത്താണ്. തൈമിൻ്റെ കമ്പനിയിലെ കോവർക്കേഴ്സാണ് അവർ. ഇതാരാ കളിച്ചതെന്ന് നോക്കുമ്പോൾ തൈമോ ഇയാളോട് വന്ന് പറയാണ്, താൻ എന്തിനാ ഫേമസ് അല്ലാത്ത സെലിബ്രിറ്റിയെ വെച്ച് ആഡ് എടുത്തത്, തൻ്റെ റിലേറ്റീവ് ആണല്ലേ, എന്നിട്ട് ഈ വർക്കറിനെ കമ്പനിയിൽ നിന്ന് പറഞ്ഞു വിട്ടെന്നാണ് പറയുന്നത്. ഇയാൾ ആകെ ഷോക്കായിട്ട് അത് ഞാൻ ചെയ്തതല്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടെങ്കിലും തൈമ ഇതൊന്നും മൈൻഡേ ചെയ്യാണ്ട് പോകാണ്. അടുത്ത ദിവസം ഹാരിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഹാരിയുടെ കൂടെയുള്ള കൊളീഗ്സ് പറയാണ്, ഇന്ന് ഞങ്ങൾ നിനക്ക് ട്രീറ്റ് ചെയ്യാം, നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഡിന്നറിന് പോകാമെന്ന്. അതേസമയം തന്നെ ഹാരിയുടെ ഫോണിലേക്ക് മെസ്സേജ് വരാണ്, നീ ഇപ്പോൾ എവിടെയാണ്, നീ റെസ്റ്റോറൻറ്റിലേക്ക് വായോ, ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവളുടെ ഒരു ബോയ് മെസ്സേജ് അയക്കുകയാണ്. അതും വായിച്ചതും അവളുടെ മുഖത്ത് ബ്ലഷൊക്കെ അടിച്ചിട്ട് ഇവളുടെ മെയിനായിട്ടുള്ള കോവർക്കറിനോട് പറയാ, ഇന്ന് ഡിന്നർ വേണ്ട, ഇന്ന് എനിക്ക് വരാനായിട്ട് പറ്റില്ല, നമുക്ക് പിന്നെ ഒരു ദിവസം ആവാം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ മെയിനായിട്ടുള്ള കോവർക്കർ ചോദിക്കുക, എന്താ കാര്യം. ഹാരിയുടെ ഒരു ഫ്രണ്ട് വെയിറ്റിംഗ് ആണെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകാണ്. പോകുന്ന വഴിയിൽ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ യങ്സോനെ വിളിച്ചിട്ട് പറയാണ്, ജിൻവു വർക്ക് ചെയ്യുന്ന റെസ്റ്റോറൻറ്റിൽ എന്നോട് വരാൻ പറഞ്ഞെന്ന്. എന്തിനാണെന്നൊന്നും അറിയില്ല, ഞാനിപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുക. യങ്സോ എന്നിട്ട് ഇവളോട് പറയാ, അവൻ എന്തിനായിരിക്കും നിന്നെ വിളിച്ചത്, അവൻ അങ്ങനെ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കാറില്ലല്ലോ, എന്തായാലും ചെന്ന് നോക്ക്, ചിലപ്പോൾ പ്രപ്പോസോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനാണോ. പെട്ടെന്ന് തന്നെ ഹാരി ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകാണ്. മുൻപ് ജനുവരി നെക്ലസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായല്ലോ, ഇനി അതിനെ പറ്റിയാണോ. എന്തായാലും അവൻ നല്ല ക്യൂട്ടാന്ന് പറഞ്ഞ് എന്തൊക്കെയോ ആലോചിച്ചിരിക്കുകയാണ്. തുടർന്ന് യങ്സോനോട് ഇവള് പറയാണ്, ശരി എന്നാ സ്ഥലം എത്താറായി. അവിടുന്ന് നേരെ ഹീറോ കമ്പനിയിലോട്ട് കാറിൽ നിന്ന് വന്ന് ഇറങ്ങാണ്. സെക്രട്ടറിയും കൂട്ടി ലിഫ്റ്റിൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും ലിഫ്റ്റ് തുറന്നപ്പോൾ ഇവൻ്റെ ഗ്രാൻഡ് ഫാദർ നിൽക്കുകയാണ്. തുടർന്ന് ഇവർ 3 പേര് സംസാരിക്കുകയാണ്. ഹീറോയിനെ എങ്ങനെ വിട്ടാൽ പറ്റില്ല, എന്തായാലും കല്യാണം പെട്ടെന്നൊക്കെ തന്നെ നടത്തണം, അതിനുവേണ്ടി ഞാൻ കുറച്ച് പെൺപിള്ളേരുടെ ഫോട്ടോസൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്, നീ അവരെയായിട്ട് ബ്ലൈൻഡ് ഡേറ്റിന് പോകണമെന്ന് പറയാണ്. അപ്പോൾ ഹീറോ പറയുകയാണെങ്കിൽ എനിക്കതിന് കല്യാണ പ്രായമൊന്നും ആയിട്ടില്ല എന്ന്. അപ്പോൾ ചെയർമാൻ പറയാ, ഇനി നിനക്ക് എന്തിട്ട് പ്രായമാവാൻ, നിനക്കറിയോ എനിക്ക് മരിക്കുന്നതിന് മുമ്പ് നിൻ്റെ ചെറുമക്കളും കൂടി കാണാനായിട്ട് ആഗ്രഹമുണ്ടെന്ന്, അതുകൊണ്ട് നീ നാളെ തന്നെ ബ്ലൈൻഡ് ഡേറ്റിന് പോകണമെന്ന് പറയാണ്. അടുത്തത് ഹീറോയിൻ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുന്നതാണ് കാണുന്നത്. അവിടെ ജിൻവു ഇവളുടെ നേരെ ഒരു കേക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവളുടെ മനസ്സിൽ യങ്സോൺ വന്ന് പറയാ, ഫ്രണ്ടിൽ നിന്ന് ഗേൾ ഫ്രണ്ട് ആക്കാനുള്ള പ്രപ്പോസൽ സീനാണെന്ന് തോന്നുന്നത്. അപ്പോൾ ഇവളും ഇതൊക്കെ ആലോചിച്ചിട്ട് ഇവൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുമ്പോഴാണ് ഇവൾ നെയിം കാണുന്നത്. അത് ഇവളുടെ പേരല്ല, വേറെ ആർക്കോ വേണ്ടി ഉള്ള കേക്കായിരുന്നു എന്ന്.
അപ്പോഴേക്ക് ഇവളുടെ ബാലൻസ് എല്ലാം പോയിട്ട് ആ കേക്കിൽ ചെന്ന് ഇവർ രണ്ടുപേരും കൂടി കൂട്ടിയിടിച്ച് കേക്ക് ചപ്പിളി ചപ്പിളി ആയിട്ടുണ്ടായി. അപ്പോഴേക്ക് മുകളിലുണ്ടായ കസ്റ്റമേഴ്സ് ഇവർ എന്താ ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞ് പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജിൻവിനോട് ഹാരി സോറി എല്ലാം പറയുമ്പോഴേക്കും ജിൻവു പറയുക, അതൊന്നും സാരമില്ല, ഇവർ സ്ഥിരമായി വരുന്ന കസ്റ്റമേഴ്സ് ആയതുകൊണ്ട് ഞാൻ വേറെ ഐറ്റം റെഡിയാക്കി കൊടുത്തു. ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട്. ഇത് നിനക്ക് ഇഷ്ടപ്പെട്ട പ്രോഗ്രാം കാണാനുള്ള ടിക്കറ്റാണ്. ഇത് നീ യങ്സുവിനായിട്ട് പോയി കാണരുത്, പകരം നീ നിൻ്റെ ബോയ് ഫ്രണ്ടിനെ കൂട്ടിപ്പോകണം. അപ്പോഴേക്കും നീ ഒരു ബോയ് ഫ്രണ്ടിനെ സെറ്റാക്കണം. ഹാരിയുടെ ഫേസ് ആകെ മാറി. ഹാരി ചിന്തിക്കുകയാണ്, ഇവൻ എന്താ മനസ്സിലാകാത്ത എനിക്ക് നിന്നോടാണ് ഇഷ്ടം എന്നുള്ളത്. പഠിക്കുമ്പോൾ മുതലേ എനിക്ക് ജിൻവിനോടാണ് ക്രഷ് എന്നുള്ളത് എനിക്ക് എങ്ങനെയാണ് ഇവനോട് പറഞ്ഞ് മനസ്സിലാക്കാന്നുള്ളത് ഇവളിങ്ങനെ ചിന്തിക്കുകയാണ്. അവിടുന്ന് കട്ടായിട്ട് നേരെ കൊച്ചുമോനും ചെയർമാനും തമ്മിൽ സംസാരിക്കുന്നതാണ് കാട്ടുന്നത്. ചെയർമാൻ കൊച്ചുമോനോട് പറയുക, ഇതാണ് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കിയ ഫുഡ്. ഇതേപോലെ ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് വേണമെങ്കിൽ നിങ്ങൾ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണം എന്നാണ് പറയുന്നത്. ഞാൻ കുറേ പെണ്ണുങ്ങളുടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്, അവരെ പോയി ബ്ലൈൻഡ് ഡേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോഴേക്കും ചെയർമാന് പ്രഷറിൻ്റെ ഗുളിക കഴിക്കാൻ ടൈം ആയപ്പോഴേക്കും ചെയർമാൻ അവിടെ തലകറങ്ങി വീഴാണ്. ഡോക്ടർ ചെയർമാന് ഒരു അസുഖമില്ല എന്ന് പറയുമ്പോൾ ചെയർമാൻ ഡോക്ടറോട് കണ്ണും കൈയും കാണിച്ചിട്ട്, അവർ പറഞ്ഞു എനിക്ക് അസുഖമൊന്നുമില്ല, എനിക്ക് സീരിയസ് ആയിട്ടുള്ള അസുഖം ഉണ്ടെന്ന് കുറച്ച് മുമ്പ് പറഞ്ഞതല്ലേ ഡോക്ടർ, അതവർക്ക് പറഞ്ഞു കൊടുക്കുന്നൊക്കെ പറയാണ്. അപ്പോൾ ഡോക്ടറും അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ടൈമ് പറയാണ് നിങ്ങളുടെ ആക്ടിങ് തീരെ പോരാന്നുള്ളത്. അവിടുന്ന് കട്ടായി ഹീറോയിൻ്റെ ഹോമാണ് കാട്ടുന്നത്. അവർക്ക് ചിക്കൻ റെസ്റ്റോറൻ്റ് ആണ് ഉള്ളത്. പുറത്തുനിന്ന് എന്തോ ഒരു ഒച്ച കേട്ട് ഇവിടെ നോക്കുമ്പോൾ ഇവളുടെ അനിയൻ ഏതോ ഒരു ആളോട് ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ ഇവരോട് പറയാണ്, ഈ ഫിഷിൻ്റെ വേസ്റ്റ് നിങ്ങളുടെ ഭാഗത്താണ് ഇടേണ്ടത്, ഇവിടെയല്ല, അത് നിങ്ങളുടെയാണ്, അതുകൊണ്ട് ഇതിവിടുന്ന് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇയാളുടെ കടയുടെ പേര് നോക്കുമ്പോൾ ഫിഷിൻ്റെ നെയിമും ഐറ്റംസൊക്കെ അവിടെ ഇരിക്കുന്നത് കാണാണ്. അങ്ങനെ ഇവർ പിടിവലിയായിട്ട് ഹീറോയിൻ്റെ കയ്യിൽ നിന്ന് വേസ്റ്റ് ഇയാളേക്ക് കൊടുക്കുമ്പോൾ ഇയാൾ അവിടെ താഴെ വീഴാണ്. ഹീറോയിൻ പറയാം, ഞാൻ ഇയാളെ തള്ളിയിട്ടും പോലില്ല, ഇയാൾ തന്നെ വീണതാണെന്നാണ് പറയുന്നത്. പിന്നീട് ഇവളുടെ അമ്മ ഇവളെയും ഇവളുടെ അനിയനും ചീത്ത പറയുകയാണ് ചെയ്തത്. അപ്പോൾ ഇവളുടെ അനിയൻ പറയാണ്, ചേച്ചിനൊന്നും പറയണ്ട, കാരണം അമ്മയും വന്ന് അവിടെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞ് ചേച്ചിനെ സപ്പോർട്ട് ചെയ്യാണ്. ഹീറോയിൻ്റെ അമ്മ പറയാണ്, എന്തെങ്കിലും കാര്യം വരാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ രണ്ടുപേരും ഒറ്റക്കെട്ടാണല്ലോ എന്ന് പറയാണ്. എന്നിട്ട് ഹീറോയിൻ്റെ മേത്തേക്ക് തല്ലാൻ പോകുമ്പോഴേക്കും ഹീറോയിൻ പറയും, എന്തെങ്കിലും വെറുതെ വിട്ടൂടെ, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ട് അവൾ റൂമിൽ കയറി പോകാണ്. അവിടുന്ന് കട്ടായ നേരെ ചെയർമാനും പ്രസിഡൻറ്റും തമ്മിൽ സംസാരിക്കുന്നതാണ് കാട്ടുന്നത്. ചെയർമാൻ കൊച്ചുമാനോട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് നമ്മുടെ കമ്പനിയിലത്തെ ആളെ പിരിച്ചുവിട്ടതെന്ന്. അയാൾ ശരിയല്ല മുത്തശ്ശ, അയാൾ ഇതിൻ്റെ കൂടെ ഒരു സൈഡ് ബിസിനസ്സും കൂടി നടത്തുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പിരിച്ചുവിട്ടത്. ചെയർമാൻ്റെ ഫ്രണ്ട് മരിച്ചപ്പോൾ ഫ്രണ്ടിന് വാക്ക് കൊടുത്തതാണ് അവൻ്റെ മോനെ ഞാൻ കമ്പനിയിൽ വർക്കിനെടുത്തോളാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തൈമ പറയാം, ഞാൻ ആർക്കൊന്നും വാക്ക് കൊടുത്തിട്ടില്ല, ആ വർക്കറിൻ്റെ പ്ലേസിൽ വേറെ ആളെ കൊണ്ടുവരണമെന്ന് പറയാണ്. അതിനുശേഷം ഇവളെ ബില്ലുകളൊക്കെ എടുത്ത് നോക്കുകയാണ്, ഇതിനുള്ള ക്യാഷ് ഞാൻ എവിടെ നിന്ന് ഒപ്പിക്കുമെന്ന് ആലോചിച്ചിട്ട്. പിറ്റേ ദിവസം ഇവളുടെ ഫ്രണ്ട് ഇവളോട് വന്ന് പറയാണ്, അച്ഛൻ എനിക്ക് വേണ്ടി ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നിട്ടുണ്ട്, അത് നീ എങ്ങനെയെങ്കിലും കൊളാക്കി കയ്യിൽ ആക്കി തരണം എന്ന് പറയാണ്. ഹീറോയിൻ പറയാം, മുമ്പ് ചെയ്തതൊക്കെ എനിക്ക് ജോലി ഇല്ലാത്ത ടൈമിലായിരുന്നു, ഇപ്പം അങ്ങനെയല്ല, ഇപ്പം എനിക്കൊരു ജോലി ഉണ്ട്, അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം. അപ്പോൾ ഇവളുടെ ഫ്രണ്ട് ഇവളോട് പറയാം, ഞാൻ കുറച്ച് ക്യാഷ് തരാൻ നിനക്കുള്ളത്, അതിൻ്റെ ബില്ല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ സെറ്റിൽ ചെയ്യാമെന്ന് പറയാണ്. അപ്പോൾ ഇവളും സമ്മതിച്ച് കൊടുക്കാണ്, ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ്. അപ്പോഴേക്കും ഇവരുടെ ഫ്ലാഷ് ബാക്ക് ആലോചിച്ച് നോക്കാണ്, പണ്ട് ഇവരെ എങ്ങനെയാണ് ഒരു പ്രപ്പോസൽ വന്നിട്ട് കൊളാക്കിയെടുത്തതെന്നുള്ളത്. അതിൽ ഹീറോയുടെ ഫ്രണ്ടായിട്ടാണ് അഭിനയിച്ചത്, ഒരു ബാധ കയറിയ ക്യാരക്ടറൊക്കെ ആയിട്ട്. പിന്നെ യങ്സൂനാണെങ്കിൽ ഒരു പ്രേതം പോലൊക്കെ ആയിട്ട് വന്ന് അഭിനയിച്ചിട്ടുണ്ടായി. അതൊക്കെ ആലോചിച്ചിട്ട് ഇവർ പ്രസൻറ്റിലോട്ട് വരാണ്. യങ്സൂനാണെങ്കിൽ ഹീറോയിനെ എങ്ങനെയാണ് ബ്ലൈൻഡ് ഡേറ്റിൽ നിന്ന് പറഞ്ഞു വിടാന്നുള്ള തത്രപ്പാടിലൊക്കെ. അതും കഴിഞ്ഞ് നേരെ കാണിക്കുന്നത് സെക്രട്ടറി ഹീറോയിനോട് സംസാരിക്കുന്നതാണ്. നാളെയാണ് ബ്ലൈൻഡ് ഡേറ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഹീറോ പറയാം, നാളെ ഒന്നും എനിക്ക് പറ്റില്ല. അപ്പോൾ സെക്രട്ടറി പറയാം, നാളത്തെ വർക്കുകളൊക്കെ ചെയർമാൻ വേറെ ഒരു ദിവസത്തേക്ക് വെച്ചെന്ന്. പിന്നെ പോരാത്തതിന് 10 പെൺപിള്ളേരിൽ ആരെങ്കിലും ഇഷ്ടപ്പെടണം എന്ന് പറയാണ്. 11ാമത്തെ ആളുടെ ഇവിടെയല്ല സ്ഥലം, വേറെ ദൂരത്തെ ഒന്ന് പറയാമെന്ന്. അവിടുന്ന് കട്ടായി നേരെ ഹീറോയിനും ഹീറോയുടെ ഫ്രണ്ടിനെയാണ് കാണിക്കുന്നത്. ഹാരിയെ ബ്ലൈൻഡ് ഡേറ്റിന് പറഞ്ഞു വിടാനായിട്ട് ഹാരിയുടെ ഗെറ്റപ്പേ തന്നെ ചേഞ്ച് ചെയ്യാനായിട്ട് വന്നാക്കാണ്. ലാസ്റ്റ് അവൾ റെഡിയായി ബ്ലൈൻഡ് ഡേറ്റിന് വന്നിരിക്കുകയാണ്. അപ്പോഴാണ് തൈമ അവിടേക്ക് വരുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്ത് അവൾ ഇവനോട് ചോദിക്കുക, കമ്പനി കാർഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിസിറ്റിംഗ് കാർഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന്. അങ്ങനെ ഇവനാണെങ്കിൽ ഇവൻ്റെ കാർഡും കാണിച്ചു കൊടുത്ത് ഇവളത് നോക്കുമ്പോൾ ആകെ ഷോക്കായി പോവുക. ദൈവമേ, ഇവനാണോ പ്രസിഡൻറ്റ്, ഇവൻ്റെ കമ്പനിയിലല്ല ഞാൻ വർക്ക് ചെയ്യണേ, ഇപ്പോൾ എന്താ ചെയ്യാമെന്ന് ആലോചിച്ചിട്ട് ഇവൾക്ക് പെട്ടെന്നൊരു ഐഡിയ കിട്ടിയിട്ട് ഞാൻ വാഷ്റൂമിൽ ഇപ്പോൾ തന്നെ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ഇവനോട് പറഞ്ഞ് വാഷ്റൂമിലേക്ക് പോകാണ്. അവിടെ വെച്ച് ഇവൾ തന്നെ ഇവളോട് പറയുക, ഞാൻ എന്തിനാ പേടിച്ച് ഓടിപ്പോന്നേ, ഞാനിപ്പോൾ യങ്സോങ് അല്ലേ, ഹാരി അല്ലല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ പേടിച്ചേ, എന്തായാലും വരനോടുത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് ഇവൾ നേരെ അവൻ്റെ അടുത്തേക്ക് പോകാണ്. മാക്സിമം ഇവൾ അവനെ വെറുപ്പിക്കാനൊക്കെ ആയിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ ഈ വെറുപ്പിക്കലൊക്കെ കണ്ടിട്ട് അവന് ചിരിയാണ് വരുന്നത്. മാക്സിമം അവൻ ചിരിയൊക്കെ മനസ്സിൽ തന്നെ ഒതുക്കി പിടിച്ചിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൾക്ക് ചൂടെടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇവളുടെ കോട്ടെല്ലാം എടുത്ത് മാറ്റാണ്.
അങ്ങനെയെങ്കിലും ഇവനെ എന്നെ ഇഷ്ടപ്പെടില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് ഇവള്. പക്ഷേ ഇവനെ ഇതൊന്നും മൈൻഡേ ചെയ്യണില്ല. പിന്നെ അവൾ മുടി കെട്ടി വെക്കാമെന്ന് പറഞ്ഞ് മുടി കെട്ടി വെക്കാൻ പോകുമ്പോൾ ഇവൻ ഇവളോട് പറയാ, ദേ നിങ്ങളുടെ മേത്തൊക്കെ കുളിര് കയറിയിരിക്കണേ, നിങ്ങൾക്ക് ചൂടെടുക്കണം എന്ന് പറഞ്ഞിട്ട് എന്താ ഇപ്പോൾ കുളിര് കയറിയിരിക്കണേന്നൊക്കെ പറയാണ്. എങ്ങനെയൊക്കെയോ ഇവളെ കഷ്ടിച്ച് എസ്കേപ്പ് ചെയ്യാണ് അവിടെ നിന്ന്. എന്നിട്ട് കുറച്ച് കോപ്രായങ്ങളൊക്കെ കാട്ടിയിട്ട് ലാസ്റ്റ് ഇവനോട് ഇവൾ പറയാണ്, കുറച്ച് ബോയ്സിനൊക്കെ കൂട്ടി റൂം എടുക്കാറുണ്ടെന്നാണ് പറയണത്. ഇവനൊന്ന് ആലോചിച്ചിട്ട് ഇവൻ പറയാണ്, എന്നാൽ വാ നമുക്ക് റൂം എടുക്കാമെന്ന്. ഇവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവനിങ്ങനെ പറയുന്നുള്ളത്. അപ്പോഴേക്കും അവൻ ഇവളുടെ കാലൊക്കെ വിറയ്ക്കണത് കണ്ടിട്ടാണ് വാ നമുക്ക് റൂം എടുക്കാം എന്ന് പറഞ്ഞത്. എന്നിട്ട് ശരിയാവില്ല, എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഇവൻ്റെ കണ്ണും വെട്ടിച്ച് ഇവൾ ഓടിച്ചെന്നിട്ട് ഒരു ലേഡിയുടെ മേത്ത് ചെന്നിരിക്കുന്നതാണ് കാണുന്നത്. ആ ലേഡിയാണെങ്കിൽ ഇവളുടെ മുടിമ ചെന്ന് പിടിച്ചിട്ട് നീ എന്തിനാ എൻ്റെ ബോയ് ഫ്രണ്ടിനെ തട്ടിയെടുത്തിയെന്നാണ് പറയുന്നത്. ഇവൾക്ക് ഇതൊന്നും മനസ്സിലാവാതെ ഇവൾ ആ ലേഡിനോട് പറയാണ്, ഞാൻ ആരുടെയും ബോയ് ഫ്രണ്ടിനൊന്നും തട്ടിയെടുത്തിട്ടില്ല, എനിക്ക് ബോയ് ഫ്രണ്ടേ ഇല്ല എന്ന് പറയാണ്. അപ്പോൾ ടൈമ് വന്ന് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ട് ഇവളുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഈ ലേഡി ഒരു ഫോട്ടോ എടുത്ത് കാണിക്കുകയാണ് ഫോണിൽ. ഇതെൻ്റെ ബോയ് ഫ്രണ്ടും നീ അല്ലേന്ന് ചോദിച്ചിട്ട് ഇതേ ഡ്രസ്സ് തന്നെയാണ് നിൻ്റെയും, അതുപോലെ തന്നെ ഹെയറും സെയിം ആണെന്നാണ് പറയുന്നത്. അപ്പോഴേക്ക് ഹാരി പറയാണ് അത് അവളല്ല എന്നുള്ളത്. അവളുടെ പുറകെ തന്നെ ഹീറോയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവളെ. അങ്ങനെ ഹീറോയിനും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ ലേഡിയും വീണ്ടും ഫോളോ ചെയ്ത് വരാണ് ഇവളെ. അത് നീ തന്നെയാണെന്ന് പറഞ്ഞിട്ട് ഇത് കണ്ട ഹീറോയിനെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടാണ്. അപ്പോൾ തന്നെ ഹീറോ ഇവളുടെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ കാണിച്ചിട്ട് ഒരു കാറ് വരുന്നുണ്ട് സൂക്ഷിക്കുക പറഞ്ഞിട്ട് പറയാണ്. ആ കാറിലുണ്ടായിരുന്നത് സെക്രട്ടറി ആയിരുന്നു. സെക്രട്ടറി വന്നിട്ട് ഹീറോയിനോട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ടായി ബ്ലൈൻഡ് ഡേറ്റ്. അപ്പോൾ ആ പോണതാണ് ഹീറോയിൻ എന്ന് പറയാണ്. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി കാറിൽ പോകുമ്പോൾ സെക്രട്ടറി പറയാണ്, എന്തായാലും ഹീറോയ്ക്ക് ആ പെണ്ണിനൊന്നും ഇഷ്ടമായിട്ടില്ല അല്ലേ, നമുക്ക് വേറെനെ നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹീറോയിൻ്റെ മുത്തശ്ശനെ വിളിച്ചിട്ട് സംസാരിക്കുകയാണ്. എന്നിട്ട് മുത്തശ്ശനായിട്ട് സംസാരിച്ചിട്ട് ഹീറോ പറയാണ്, ഇന്ന് എനിക്ക് ബ്ലൈൻഡ് ഡേറ്റിന് കണ്ട് സംസാരിച്ച പെണ്ണിനെ എനിക്കിഷ്ടമായി എന്ന് പറയാണ്. മുത്തശ്ശനാണെങ്കിൽ ഞെട്ടിപ്പോയി. അതേസമയം സെക്രട്ടറിയും കാറ് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്താണ്. മുത്തശ്ശനപ്പോൾ പറയാണ്, ഇന്നലെ ബ്ലൈൻഡ് ഡേറ്റിന് പോയത് അപ്പോഴേക്ക് ഇഷ്ടമായോ, ഇനിയും കുറേ പേര് ബാക്കിയില്ലേന്നൊക്കെ ചോദിക്കുകയാണ്. അവിടെ നിന്ന് കട്ടായിട്ട് ഹാരിയുടെ ഫ്രണ്ടായിട്ട് സംസാരിക്കുന്നതാണ് കാട്ടുന്നത്. ഹാരി പറയാണ്, എന്തായാലും ഇതൊക്കെ കൊളാക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ, എന്തായാലും ഇത് റിജക്റ്റ് ആയിക്കോളും എന്നുള്ളത്. അതിൻ്റെ സന്തോഷത്തിൽ അവർ പാട്ടും ഡാൻസൊക്കെ കളിക്കുകയാണ്. പാട്ട് പാടുന്നതിൻ്റെ ഇടയിൽ ഹാരിയുടെ ഫ്രണ്ടിന് കോൾ വരാണ്. അങ്ങനെ അവൾ കോൾ എടുക്കാനായിട്ട് പുറത്തേക്ക് പോകാണ്. ഹാരി അങ്ങനെ തകർത്ത് പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ്. അവൾക്ക് അങ്ങനെ 100% കിട്ടിയിട്ടുണ്ട് അതിൽ. അതിൻ്റെ ആഘോഷമായിട്ട് അവൾ അവിടെ നിന്നുള്ള ടിഷ്യൂസൊക്കെ എടുത്ത് മുകളിലേക്ക് വലിച്ചെറിയുമ്പോഴാണ് അവളുടെ കരഞ്ഞു വന്നിട്ട് പറയണത്, ഇന്ന് പോയി കണ്ട പ്രപ്പോസൽ മുന്നോട്ട് പോകാനാണ് അവർ തീരുമാനിച്ചേക്കണേന്ന് പറഞ്ഞ് എൻ്റെ അച്ഛൻ വിളിച്ചു പറഞ്ഞു എന്നുള്ളത്. ഇത് കേട്ടിട്ട് ഹീറോയിൻ ആകെ കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ്. ഇവിടെ വെച്ചാണ് എപ്പിസോഡ് 1 പാർട്ട് 1 എൻഡാക്കുന്നത്. തുടർന്ന് കാണാനായിട്ട് എൻ്റെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ ബൈ, ടാറ്റാ.